തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽതമർ നിയർ അൽ ഷിഫ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ, മുസ്ലിയാരങ്ങാടി, എടക്കര, മുസ്ലിയാരങ്ങാടി, കൊണ്ടോട്ടി. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് കൈപ്പിടിച്ചുയർത്തിയ വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത്. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള യാത്രയപ്പ്, പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം, ഗുരുവന്ദനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. അധ്യാപികമാരായ P. അംബിക, ലൈല ചക്കരത്തൊടി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. ഡിസംബർ വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് 50 വർഷത്തിന്റെ നിറവിൽ വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ N. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA V. ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രഥമാധ്യാപിക CV. രാധിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KM. ഉബൈദുള്ള, AEO P. സക്കീർ ഹുസൈൻ, PTA പ്രസിഡന്റ് N. ഷാജഹാൻ, പ്രിൻസിപ്പൽ S. ശാലിനി, SMC ചെയർമാൻ T. മമ്മു, MPTA പ്രസിഡന്റ് A. റഷീദ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ രീതിയാണ്. അവരെ മുമ്പിൽ നിന്ന് ഞാൻ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആ കുട്ടിക്കാലത്തുണ്ടാവുന്ന ഭയം, ആ ഭയപ്പാട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അലട്ടുന്നുണ്ട്. എന്നെ ഏത് കാലത്തും ശപിച്ചിരുന്നൊരു അധ്യാപകനാണ് ഇരിക്കുന്ന മാഷ്. താൻ തോക്കുമ്പോൾ അഹങ്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തച്ചയിൽ യാതൊരു കണക്കുമില്ല. ആ ഒരു തല്ലിന്റെ ഓർമ്മയും ആ തല്ല് കിട്ടിയത് ഞാൻ ഇപ്പോൾ സന്തോഷമായിട്ടാണ് കണക്കൂട്ടുന്നത്. അന്നത്തെ ആ ശിക്ഷണ രീതി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശിക്ഷിക്കുന്ന ആളുകൾക്ക്, സ്നേഹമുള്ള ആളുകളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അദ്ദേഹം പഠിപ്പിച്ച വാക്കാണ് things are beautiful, swallows are near, and lightning that falls bright in the jungle, reverse and make your seven in the deep, and never take the wink of an eye when this station is by. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചത്. ഇടിമിന്നലുണ്ടാവാം, ആ ഇടിമിന്നലിൽ നമ്മുടെ പവിത്രമായ പവിഴ പോലത്തുള്ള തെളിച്ചമുണ്ടാവാം. അത് ഒരു പക്ഷേ ജീവഹാനി വരുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലും ഇടിമിന്നലേറ്റ ആളുകൾ മരിക്കാറുണ്ടല്ലോ, ഇല്ലേ? എന്നതുപോലെ അതിനൊരു മനോഹരത ഉണ്ടാവും. ആ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇന്ന് സംഗമിക്കുന്ന രീതിയിലാണ് നാം നിലകൊള്ളുന്നത്. ന്യൂസ് ബ്യൂറോ, വെട്ടത്തൂർ.